ഒരു കായികമേളയുടെ പ്രദർശനത്തിന് കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 25 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 740 രൂപ കിട്ടി. ആകെ എത്ര കുട്ടികൾ? നമുക്ക് കുട്ടികൾ, മുതിർന്നവർ നമുക്ക് കുട്ടികൾ എക്സ് എന്നെടുക്കുക. കുട്ടികളുടെ എണ്ണം എക്സ്, ഒരു കുട്ടിയുടെ ടിക്കറ്റ് എത്രയാണ്? ഒരു കുട്ടിക്ക് 10 രൂപ. ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പോൾ എക്സ് കുട്ടിക്ക് ആകെ എത്ര രൂപ കിട്ടും? ഒരു കുട്ടിക്ക് 10 രൂപ. എക്സ് കുട്ടികൾക്ക് ആകെ എത്ര രൂപ? എക്സ് ഇൻറ്റു 10, അതായത് 10x. അതുപോലെ മുതിർന്നവർക്ക് ഇപ്പോൾ കുട്ടികളുടെ എണ്ണം നമ്മൾ എന്തെടുത്തു? എക്സ് എടുത്തു. കുട്ടികളുടെ എണ്ണം എക്സ്, ആകെ എത്ര പേരാ? 50 പേരാണ്. കുട്ടികളുടെ എണ്ണം നമ്മൾ എക്സ് എടുത്തു, ആകെ 50 പേര്. അപ്പം മുതിർന്നവർ എത്ര? ആകെ ഉള്ളതെന്ന് കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. 50 മൈനസ് എക്സ്. മുതിർന്നവരുടെ എണ്ണം 50 മൈനസ് എക്സ്. മുതിർന്നവരുടെ എണ്ണം 50 മൈനസ് എക്സ്. അവരുടെ ടിക്കറ്റ് എത്രയാണ്? ടിക്കറ്റ് 25 രൂപയാണ്. അപ്പോൾ ഒരു മുതിർന്ന ആൾക്ക് 25 രൂപ. അപ്പം 50 മൈനസ് എക്സ് ആളുകൾക്ക് എത്ര വരും? അതിനെ 25 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 25, അല്ലെങ്കിൽ ഇവിടെ ഇട്ടാലും മതി. ഇൻറ്റു 25. ഇത് കുട്ടികളുടെ ആകെ ടിക്കറ്റ്, ഇത് മുതിർന്നവരുടെ ആകെ ടിക്കറ്റ്. അപ്പോൾ ആകെ കിട്ടിയ പൈസ നമ്മൾ രണ്ടും കൂടി കൂട്ടുക. അത് എത്രയാണ്? 740. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷനായി, ഒരു സമവാക്യമായി. ഇത് നിർദ്ധാരണം ചെയ്ത് നമ്മൾ എക്സിൻ്റെ വില കാണണം. 10x അതുപോലെ എഴുതുക. 10x 25 ഇൻറ്റു 50. 25 ഇൻറ്റു 5 125, ഒരു 0, 1250. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവായി. അടുത്തത് ഇത് പോസിറ്റീവാണ്, നെഗറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇടണം. 25 ഇൻറ്റു എക്സ്, 25x സമം 740. നമുക്ക് 10x നിന്ന് 25x കുറയ്ക്കുക. 10 നിന്ന് 25 കുറച്ച് -15x എന്ന് കിട്ടി. സമം, അപ്പോൾ എക്സ് മാത്രം ഇവിടെ എഴുതി. ഈ 1250 അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെ എന്തുണ്ട്? 740. ഇതങ്ങനെ എടുക്കുമ്പോൾ -1250. -15x സമം, ഇത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരും. ചെറുതെന്ന് വലുതല്ലേ കുറയ്ക്കണം? -0, 1 4 5, 5 7 12, 510 എന്ന് വരും. -15x സമം -510. x സമം -510 ബൈ -15. നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവായി. 51 3 15 45, ബാക്കി 6 60, 4 15 60. എക്സ് കിട്ടി. അതായത് കുട്ടികളുടെ എണ്ണം, നമ്മൾ എക്സ് എടുത്തിരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 34. ചോദ്യം എന്താ? ആകെ എത്ര കുട്ടികൾ? ഉത്തരം 34.